എന്താ ഗിരിയേട്ട ഇത്? പിണങ്ങി കിടക്കുക? ഗിരിയേട്ടനും കൂടെ സമ്മതിച്ചിട്ടല്ലേ ഞാൻ ജോലിക്ക് പോയത്, പിന്നെന്താ? അതെ, അതുകൊണ്ട് അത്രയും സമയമെങ്കിലും നിനക്ക് സ്വസ്ഥത കിട്ടുമല്ലോ. ഈ വൃത്തികെട്ട സ്മെല്ലൊക്കെ സഹിച്ചുകൊണ്ട് എന്റെ അടുത്തിരുന്ന് അനുഭവിക്കണ്ടല്ലോ. ഗിരിയേട്ടൻ എന്തോ പറഞ്ഞേ? എന്തോ പറഞ്ഞെന്ന്? എനിക്കറിയാം, വായിൽ സ്വർണ്ണ കറണ്ട് കയറ്റി ജനിച്ചവളല്ലേ, ആങ്ങളെ തോളത്ത് കയറ്റി വെച്ച് വളർത്തിയതല്ലേ. ഇതൊന്നും നിനക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഈ കോംപ്ലക്സും വെച്ചോണ്ടിരുന്ന നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല, പറഞ്ഞേക്കാം. എനിക്ക് രക്ഷപ്പെടണ്ടെങ്കിലോ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ എന്നെ ഇട്ടിട്ട് പൊയ്ക്കോളാൻ. പിന്നെ എന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? എനിക്ക് മനസ്സുണ്ടായിട്ട് ഞാനിങ്ങനെ ചാവുന്നത് വരെ വിട്ടിട്ട് പോകുന്നു വിചാരിക്കണ്ട. ആര്? ഞാൻ ചാകുന്നവരെ? അതിനുവേണ്ടി കാത്തിരിക്കുക നീ അല്ലേ? കിരീട, എന്റെ ദൈവമേ, പ്രാർത്ഥിക്കടി. വേഗം ചത്ത് കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്ക്. എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് എടുക്കുന്നു വെച്ചാ ഇത് കുറച്ച് കഷ്ട ഗിരിയേട്ട. കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ ശാലുക്കുഞ്ഞ്? ഒരു കഴിപ്പീരുകാരി വന്നിരിക്കുന്നു, പൊയ്ക്കോണം അവിടുന്ന്. പാവം, അവരോട് എന്തിനിങ്ങനെ ചൂടാവുന്നേ? അവരെന്ത് പഴിച്ചു? നാശം, ഒരു സ്വസ്ഥതയും തരില്ലെന്ന് വെച്ചാൽ? ആഹാരം കഴിക്കാനും മരുന്ന് കഴിക്കാനും ഒക്കെ പറഞ്ഞതാണോ സ്വസ്ഥതക്കേടായത്? മാധു ഉണ്ടെന്ന ഒറ്റ ധൈര്യത്തിലല്ലേ ഞാൻ ജോലിക്ക് പോയത്. മാധുവിന്റെ ഭാര്യയൊന്നുമല്ലോ, അതോ ആ സ്ഥാനം കൂടി നീ അവൾക്ക് അനുവദിച്ചു കൊടുത്തോ? എനിക്ക് വയ്യ ഗിരിയേട്ടനോട് സംസാരിക്കാൻ. നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഗിരിയേട്ടന്റെ അടുത്ത് തന്നെ ഇരുന്നോളാം. എന്ത് പോരെ? മോനെ സ്കൂളിൽ വിടണ്ട, മരുന്ന് വാങ്ങണ്ട, വീട്ടിൽ ചെലവ് നടക്കണ്ട. ഒടുവിൽ വീട്ടുപാടൊക്കെ ചോദിച്ച് ഹൗസ് ഓണർ വരുമ്പോ പല കടത്തിണ്ടലേക്ക് ഇറങ്ങി കൊടുക്കുകയും ചെയ്യാം. അപ്പൊ സമാധാനമാവുമല്ലോ. എന്തിനാ ഗിരിയേട്ട ഇങ്ങനെയൊക്കെ? നമുക്ക് നമ്മളല്ലാതെ വേറെ ആരുണ്ട്? എല്ലാരും വെറുപ്പിച്ചില്ലേ? ഇനി എന്നോട് കൂടി ഇങ്ങനെ ആയാലോ? ഞാൻ ആഹാരം എടുത്തോണ്ട് വരാൻ പോവാ, മരുന്നും കഴിക്കണം. ഇല്ലെങ്കിൽ മാധുവിനോട് ചോദിച്ച പോലെ വിഷം തരാൻ പോകുന്ന ഗിരിയേട്ടനല്ല, മോനും കൊടുത്ത് ഞാനും കഴിക്കും. നോക്കിക്കോ. എന്തു പറഞ്ഞു കുഞ്ഞെ? വേണോന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല കുഞ്ഞെ, സങ്കടം കൊണ്ടാവും. ഇങ്ങനെ കിടന്നിട്ടുള്ള ആളൊന്നും അല്ലല്ലോ. പിന്നെ ശാലുക്കുഞ്ഞിനെ ജോലിക്ക് വിട്ടതിന്റെ വിഷമവും കാണും. എനിക്കറിയാം മാധു, ആരെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഗിരിയേട്ടന് ഇഷ്ടമല്ല. സങ്കടം പറഞ്ഞു തീർക്കുന്നത്. പിന്നെ കുഞ്ഞെ, ശ്യാം സാറിന്റെ കുഞ്ഞിന്റെ കാര്യമല്ല അറിഞ്ഞായിരുന്നോ? ഇടയ്ക്ക് ഗിരിക്കുഞ്ഞ് അതേക്കുറിച്ച് എന്നോട് ചോദിച്ചായിരുന്നു. വല്ലതും അറിഞ്ഞോ മാധുന്ന്? ഗിരിയേട്ടനോ? അതെ കുഞ്ഞെ, ഒന്നും അറിഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞു വല്ലതും അറിഞ്ഞായിരുന്നോ? ശ്യാം സാറിനെ കാണുമോ പറ്റോ? മാധു ചെന്ന് ആഹാരം എടുത്തു വയ്ക്ക്, കുറച്ച് വെള്ളം ചൂടാക്കിക്കോ. ആ മാധു. എന്താ കുഞ്ഞെ? പണം എടുക്കുന്ന ആരെങ്കിലും മാധുവിന് പരിചയമുണ്ടോ? എന്തിനാ കുഞ്ഞെ? കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. ജോലിക്ക് ജോയിൻ ചെയ്താലേ ഉള്ളൂ. ശമ്പളം കിട്ടണമെങ്കിൽ 1 മാസം ആവണ്ടേ. അതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഞാനൊരു വള തരാം. മാധു അതെവിടെയെങ്കിലും കൊണ്ടുവച്ച് കുറച്ച് രൂപ വാങ്ങിത്തരണം. ശമ്പളം കിട്ടിയാലുടനെ നമുക്കതിങ്ങ് എടുക്കാമല്ലോ. ഗിരീട്ടനെ അറിയണ്ട കേട്ടോ. അൺനോൺ നമ്പർ. ഹലോ. ഹലോ. ആ, അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് ഇല്ലേ? ബാത്റൂമില. നിങ്ങളാരാ? മിസ്സസ് ആണല്ലേ?
ഞാൻ ശ്യാം സാറിന്റെ ഒരു ക്ലൈന്റാ. പേര് സുബ്രഹ്മണ്യം. വക്കീലിനറിയാം. എന്റെ ഒരു കേസ് ശ്യാം സാറ് നോക്കുന്നേ. ആക്സിഡന്റ് കേസാ മാഡം. നല്ലൊരു തുക കമ്പനിയിൽ നിന്ന് വാങ്ങിത്തരാന്ന് വക്കീൽ എത്തിക്കുന്നേ. നടക്കുവോ ആവോ? പൈസക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടേ. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? വക്കീലിനോട് മാത്രം പറഞ്ഞ പോരെ? ആരാ വിളിച്ചത്? ഏതോ ഒരു സുബ്രഹ്മണ്യം. സുബ്രഹ്മണ്യോ? വല്ലതും കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു വെക്കാം. ഇയാളെന്താ വിളിച്ചു പറഞ്ഞത്? ആര്? ഈ ഫോൺ വിളിച്ച ആളെന്താ പറഞ്ഞെന്ന്? ഓ, അയാളോ? ഏതോ കേസുണ്ടെന്നോ കാശിന് ബുദ്ധിമുട്ടാണെന്നോ ഒക്കെ പറയുന്ന കേട്ടു. ഞാനോ ഒന്നും ശ്രദ്ധിച്ചില്ല. വേറൊന്നും അയാൾ പറഞ്ഞില്ലേ? ചേടാ, ഇതെന്തോന്നാ ഇപ്പൊ എന്നെയായോ സംശയം? അയാൾ എന്നോട് ഒരു പഞ്ചാരം പറഞ്ഞില്ല. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? ഹലോ, കാത്തിരുന്ന് മുഷിഞ്ഞോ? ആദ്യം വിളിച്ചപ്പോ മിസ്സസ് എടുത്തത്. അയ്യർ ബുദ്ധിമോശം കാണിക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ കുഞ്ഞെന്തിയെ? ഏയ്, അക്കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുകയേ വേണ്ട. സ്നേഹമോൾ സുരക്ഷിതയായി എൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ ഐസ്ക്രീമും ചോക്ലേറ്റും പുതിയ ഡ്രസ്സും ഒക്കെ മേടിച്ചു കൊടുത്തു. നല്ല മിടുക്കി കുട്ടിയാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ മോളെ കാണണം. കണ്ടാൽ മാത്രം മതി സാറേ. സ്നേഹമോൾ എന്നേക്കുമായി ശ്യാംസാറിന് സ്വന്തമാക്കണ്ടേ? വേണം. അവൾ എന്റെ മോളാ. ഇനി അവളെ ഞാൻ വളർത്തും. ക്ലാരയിൽ നിന്ന് സ്നേഹമോളെ തട്ടിയെടുത്ത് ശ്യാംസാറിന് തരിക ഒരു മീഡിയേറ്റർ പോലെ. അയ്യർക്ക് എന്താ വേണ്ടത്? പറ. ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. 10 ലക്ഷം രൂപ. ശരി, ഞാൻ തരാം. എപ്പോ എവിടെ കൊണ്ടു തരണം? അത് ഞാൻ അറിയിക്കാം. താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷെ എനിക്ക് പലരെയും കണ്ണുവെട്ടിക്കണമല്ലോ. സോ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഞാനെല്ലാം കൃത്യമായി വിളിച്ച് പറയാം. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്നോട് കളിക്കാൻ നോക്കില്ലേ ബായി? ഹലോ, അയ്യരാടോ? അയ്യർ, ഞാൻ നിങ്ങളുടെ കോള് വെയിറ്റ് ചെയ്യായിരുന്നു. എന്തു തീരുമാനിച്ചു? അയ്യർ, ഞാൻ ഒന്നുകൂടി ചോദിക്കുക. ആ കൊച്ച് തന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞ സത്യം തന്നെയല്ലേ? താൻ വീണ്ടും എന്നെ പറ്റിക്കാൻ നോക്കാമല്ലോ. എന്താ വിശ്വാസമായില്ലേ? ഇനി പറ, ഞാൻ എന്താ വേണ്ടത്? കൊല്ലണോ അതോ വളർത്തണോ? എന്താ വേണ്ടെന്ന് തനിക്കറിയില്ലേ? വളരെ പണ്ടേ കരാർ ഉറപ്പിച്ച് താൻ പണവും കൈപ്പറ്റിയതല്ലേ? അത് രേണുകയെ കൊല്ലാൻ വേണ്ടിയായിരുന്നില്ലേ ഭായി? എന്നിട്ട് കൊന്നോ? ഇല്ലല്ലോ. ഭായി ഒന്ന് ആലോചിച്ച് നോക്ക. അന്ന് രേണുകയെ കൊന്നിരുന്നെങ്കിൽ ആ സ്വത്തുക്കളെല്ലാം ഇന്ന് ആർക്കുമില്ലാതെ പോകില്ലായിരുന്നോ? എല്ലാം ആ അരുന്ധതി മുനൻ മാത്രം അനുഭവിക്കുമായിരുന്നു. എടോ, താൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞടോ? എല്ലാം അറിയുന്നവൻ ഈശ്വരൻ, എല്ലായിടവും കണ്ണും കാതുമുള്ളവൻ.
തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുന്നവൻ. ദീർഘവീക്ഷണം വേണം ബായി, ദീർഘവീക്ഷണം. വീണത് വിദ്യയാക്കേണ്ടതാണല്ലേ? എങ്ങനെ വേണമെങ്കിലും കരുതാം. ഏതായാലും അതുകൊണ്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും ഇപ്പൊ ഗുണമുണ്ടായില്ലേ? ഗുണമുണ്ടായത് മുഴുവൻ തനിക്കും തന്റെ കൃഷിക്കുമല്ലേ? ദേ, പറഞ്ഞ പല്ലവികൾ തന്നെ വീണ്ടും ആവർത്തിച്ച് നേരം കളയാൻ എനിക്കൊട്ടും താല്പര്യമില്ല. തന്റെ തീരുമാനം എന്താ വെച്ച് പറ. എന്നാലും താൻ ചോദിച്ചത് കുറെ കടന്ന് കൈയായി പോയില്ല അയ്യരെ. 15 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോ 5 നേരത്തെ തന്നിട്ടുണ്ടല്ലോ. അത് അഡ്വാൻസ് ആയിട്ട് കരുതിയാൽ മതി. ശരിക്കും 20 ലക്ഷമാണ് എന്റെ ഡിമാൻഡ്. 20 ലക്ഷോ? ബുദ്ധിമുട്ടാണ് കുട്ടിക്ക്. ശ്യാമിനോടോ ക്ലാരയോടോ ചോദിച്ചാൽ അറിയാലോ. ഞാൻ പറയുന്ന തുക മുഴുവൻ ഈ സ്പോട്ടിൽ അവരെത്തിച്ച്. പിന്നെ ആദ്യ ഉടമ്പടി നമ്മൾ തങ്ങളിലായതുകൊണ്ട് ഒരു ഫേവർ. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ തന്നെ വിളിച്ചത്. അല്ല, എന്നാലും ഒരു 10 നിർത്തിക്കൂടെ അയ്യരെ? എടോ, ഒരു പിഞ്ചു കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന പാപം അതത്ര നിസ്സാരമാണെന്നാണോ താൻ കരുതുന്നത്? ശ്യാമിനോ ക്ലാരയ്ക്കോ കൊല്ലാനല്ല, അവർക്ക് വളർത്താനാ. അത് താൻ ഓർക്കണം. ഓക്കെ, അഗ്രി. ആന്റി, എനിക്ക് എന്നെ വീട്ടിൽ പോണം ആന്റി. അമ്മ കാണണം, ക്ലാരമ്മ കാണണം. ആന്റി എന്നെ ക്ലാരമ്മയുടെ അടുത്ത് കൊണ്ടാക്കോ? മോൾ അസുഖമൊക്കെ മാറി മിടുക്കിയായല്ലോ. അങ്കിൾ എന്നെ ഇതുവരെ ക്ലാരമ്മയുടെ അടുത്ത് കൊണ്ടുപോയില്ലല്ലോ. കൊണ്ടുപോകാമെന്നേ. അങ്കിളിന് അവരുമായി ചില ഇടപാടുകളൊക്കെ ഉണ്ട്. അത് സെറ്റിലായാലുടൻ മോളുടെ കാര്യത്തിൽ അങ്കിൾ ഒരു തീരുമാനമെടുക്കും. കേട്ടോ? മോള് കിടന്നോ റീത്ത. ഇനി വളരെ ശ്രദ്ധിക്കണം. ഈ ഡീലിന്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഏതു നേരവും കുട്ടിയുടെ മേലും പരിസരവും ഒക്കെ അതീവ ജാഗ്രതയോടെ നോക്കണം. ഈ താവളത്തെക്കുറിച്ച് ആർക്കും ഒരു സംശയമില്ലല്ലോ ഭായി. ഇല്ലെന്നാണ് എന്റെ കാൽക്കുലേഷൻ. എന്നാലും ഏതു നേരം ഒരു അറ്റാക്ക് ഉണ്ടാവും. സോഴ്സ് വൈപ്പർട്ടക്. അതുമായി ഈ കേസിന് എന്താ ബന്ധം? പേരങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല സർ. പക്ഷേ അങ്ങനെ എന്തോ ഒന്ന് അയാൾ ഉപയോഗിക്കുന്നുണ്ട്. അക്കാര്യം വ്യക്തമാണ്. ഇല്ലെങ്കിൽ പിന്നെ അവർ മാത്രം കേൾക്കാൻ പാകത്തിൽ മറ്റെന്ത് സാങ്കേതിക വിദ്യയാവും സർ? ഈ ടിപ്പിക്കൽ കോളിന് മാത്രമല്ലാതെ മറ്റൊന്നിനും ഈ പ്രോബ്ലം ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കിയാൽ ഫോൺ ടാപ്പ് ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അല്ലേ? അതെ സർ. അങ്ങനെയെങ്കിൽ ഈ ടിപ്പിക്കൽ കോൾ ചെന്നിട്ടുള്ള കസ്റ്റമേഴ്സിനെ സെൻട്രലൈസ് ചെയ്ത് മാത്രമേ ഒരു മൂവ്മെന്റിന് സാധ്യതയുള്ളൂ. യെസ് സർ. അഡ്വക്കേറ്റ് ശ്യാമപ്രസാദിനും ക്ലാരയ്ക്കും പിന്നെ ഒരു ധനപാലനും മാത്രമേ അങ്ങനെ കോൾസ് ചെന്നിട്ടുള്ളൂ. ധനപാലനോ? അതാരാ അങ്ങനെ ഒരു മൂന്നാമൻ? മിസ്സായ കുട്ടിയുടെ യഥാർത്ഥ അമ്മയുടെ സഹോദരി ഭർത്താവാണ്. രേണുക കൊലക്കേസിൽ സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുമാണ്. എങ്കിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായില്ലേ? അയാളുടെ അറിവോട് തന്നെ ആയിരിക്കണം കിഡ്നാപ്പിംഗ് നടന്നിട്ടുള്ളത്. കുട്ടിയുടെ മേലുള്ള അവകാശ തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ധനപാലൻ നിയോഗിച്ച വ്യക്തി ക്ലാരയും ശ്യാമപ്രസാദിനെയും വെച്ചുകൊണ്ട് മൂന്നാമതൊരു കളി കളിക്കുന്നതുമാകാം. അങ്ങനെയും ചിന്തിക്കാതിരുന്നില്ല സർ. ഈ മൂന്നാളുടെയും നീക്കങ്ങൾ പോലീസ് ഒബ്സർവേഷനിലുമാണ്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. വൈകിയുടെ അപകടമാണ്. ഒരുപക്ഷെ ആ കുട്ടിയുടെ മാനസിക നില പോലും തകരാറിലായെന്ന് വന്നേക്കാം. ഇമ്മീഡിയറ്റായി ആ ധനപാലന കസ്റ്റഡി എടുക്കുകയാണ് വേണ്ടത്. സോറി സർ. അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പിന്നെയും കാര്യങ്ങൾ ലേറ്റാക്കാനേ അത് ഉപകരിക്കും. ചിലപ്പോൾ അത് കുട്ടിയുടെ ജീവന് പോലും ഭീഷണിയായെന്നും വന്നേക്കാം. എല്ലാ കിഡ്നാപ്പിംഗ് കേസിലെയും പോലെ പോലീസിൽ ഇൻഫോം ചെയ്തെന്ന വാർണിംഗ് ഇവിടെയും ഉണ്ടായിട്ടുണ്ടാകണമല്ലോ. അതുകൊണ്ടല്ലേ ആരുടെ ഭാഗത്തു നിന്നും പിന്നീട് നമുക്കൊരു പ്രസിംഗ് ഉണ്ടാകാതിരുന്നതും. പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇന്നോ നാളെയോ ഒക്കെയായി ഇവരിൽ ആരെങ്കിലും ഒക്കെ തമ്മിൽ ചില കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു സാധാരണ അന്വേഷണത്തോടെ പോലീസ് പിന്മാറി എന്ന ധാരണ കിഡ്നാപ്പേഴ്സിൽ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കൂ. യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ മൂവ് ചെയ്തോളൂ.
ബട്ട് ബി കെയർഫുൾ. യെസ് സർ. മദർ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? മൈക്കിൾ, കാര്യങ്ങൾ നമ്മൾ സംശയിച്ച പോലെ ഒന്നുമല്ല. സ്നേഹമോളെ തട്ടിക്കൊണ്ടുപോയത് ഒരു ക്രിമിനലാ. അയ്യരെന്നാണ് അയാളുടെ പേര്. ഒരു ദുഷ്ടനാണ് അയാൾ. മനുഷ്യത്വം തീരെയില്ലാത്തൊരു മൃഗം. വളരെ നേരത്തെ മുതലേ ഞങ്ങൾക്ക് അയാളെ അറിയാം. ക്രിസ്റ്റിയുടെ ആളാണവൻ. ക്രിസ്റ്റിയോ? അതെ മൈക്കിൾ, ഒരു കൊലയാളിയാണവൻ. രേണുകയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയത് അവൻ തന്നെയായിരുന്നു. അന്നു മുതൽ ആ കുഞ്ഞിന്റെ പിന്നാലെ ഒരു കഴുകനെ പോലെ വട്ടമിട്ട് പറക്കുകയായിരുന്നു അവന്റെ ആൾക്കാര്. ഇവിടെ അവരെത്തി. അയ്യർ, അവൻ അവരുടെ ആളാ. സ്നേഹമോളുടെ ജീവൻ അപകടത്തിലാണ് മൈക്കിൾ. അവളെ എങ്ങനെയും രക്ഷിക്കണം. സ്നേഹമോൾക്കൊന്നും സംഭവിക്കില്ല. മദർ സമാധാനമായിട്ടിരിക്കും. ഇല്ല മൈക്കിൾ, എനിക്ക് ഒരു സമാധാനവും ഇല്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വിവരം പോലീസിൽ അറിയിക്കണം. മൈക്കിളിനോട് ഒന്ന് ആലോചിച്ചിട്ടാകാമെന്ന് കരുതിയാണ് ഞാൻ. പോലീസിന്റെ ഒന്നും സഹായമില്ലാതെ തന്നെ സ്നേഹമോളെ നമുക്ക് രക്ഷിച്ചെടുത്താ പോരെ? എങ്ങനെ? സ്നേഹമോളെ വിട്ടുകൊടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കണമെന്നാ ക്ലാരയോട് അവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതറിയോ മൈക്കിളിന്? അറിയാം. ആ പണം ഞാൻ കൊടുക്കും മദർ. അതെ മദർ, ക്ലാര എന്നെ വന്ന് കണ്ടിരുന്നു. പണം കൊടുക്കാന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. മൈക്കിൾ എന്തായി പറയുന്നത്? അതൊരിക്കലും അനുവദിക്കരുത്. ആ അയ്യരും കൂട്ടരും രക്ഷപ്പെടാനേ അത് ഉപകരിക്കൂ. പക്ഷേ സ്നേഹമോളും രക്ഷപ്പെടില്ലേ മദർ? നമുക്ക് അത് മാത്രം പോരെ? ഓഹോ, അപ്പോ രണ്ടാളും ചേർന്ന് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? മദർ ക്ലാരയെ തെറ്റിദ്ധരിക്കരുത്. പോലീസിൽ അറിയിച്ചാൽ കുഞ്ഞിനെ അവർ ഉപദ്രവിക്കുന്നുള്ള പേടി കൊണ്ടാ ക്ലാര എന്നെ വന്ന് കണ്ട് പണം ആവശ്യപ്പെട്ടത്. നമ്മൾ രണ്ടാളും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് ക്ലാര അറിയുകയും വേണ്ട. ദൈവം എനിക്ക് കൊണ്ടുതന്ന 3ാമത്തെ അവസരമായിട്ടാണ് മദർ ഞാൻ ഇതിനെ കാണുന്നത്. ഇതും കൂടി പാളിപ്പോയാൽ പിന്നെ എനിക്ക് പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. മറ്റൊന്നിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. എനിക്ക് ക്ലാരെ സഹായിച്ചേ തീരൂ. ഛേ, 4 പോൾസൺ സാർ 1.5, ബാബു ചേട്ടൻ ഒരു 5, 5 4 9.5, സതീഷ് 1 10.5. എന്തു പറ്റി ധനപാലേട്ടാ? അയാൾ വീണ്ടും വിളിച്ചിരുന്നോ? ഡിമാൻഡ്സ് എന്തെങ്കിലും പറഞ്ഞോ? 15 lakhs, 15 ലക്ഷം. 15 ലക്ഷോ? എന്റെ ഈശ്വര! അവസരം നോക്കി വിലപേശിയാവൻ. എത്ര ചോദിച്ചാലും കൊടുക്കുമെന്നവനറിയാം. 15 കൊടുക്കാൻ പോവാണോ? പിന്നെ കൊടുക്കാതെ? അപ്പൊ ധനപാലേട്ടന്റെ ഈ കാശൊക്കെ ഉണ്ടല്ലേ? ഞാൻ ചോദിക്കുമ്പോ മാത്രമേ ഈ ദാരിദ്ര്യം പറച്ചിലുള്ളൂ. പിന്നെ ഞാൻ അടുക്കിപ്പറക്കി വെച്ചേക്കല്ലേ. നീ ഇതെന്തറിഞ്ഞിട്ടാ? പിന്നെ എവിടുന്നുണ്ടാവും ഇത്രയും രൂപ? ഉണ്ടാക്കിയല്ലേ പറ്റൂ. അത് പിന്നെ കസ്തൂരി, നിനക്കറിയാലോ എനിക്കാരുമില്ല. നിനക്കും ഏതാണ്ട് അതുപോലെയാണ്. 4 ആൾ അംഗീകരിച്ച് നമ്മൾ ഒരുമിച്ചുള്ള ജീവിതമാണ് എന്റെ മനസ്സിലുള്ളത്. അതറിയാലോ നിനക്ക്. ധനപാലേട്ടൻ കാര്യം പറ. ഞാൻ ഈ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് 2 പേർക്കും വേണ്ടിയിട്ടല്ലേ? പിന്നെ
നമുക്ക് ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും. ധനപാലേട്ടൻ തന്നെയാണോ ഈ പറയുന്നത്? അതെ കസ്തൂരി, ഞാനൊരു മുൻ ചുണ്ടിക്കാരനാണെന്ന് നിനക്കറിയാമല്ലോ. ദേഷ്യം വരുമ്പോൾ വല്ലതൊക്കെ പറഞ്ഞെന്നിരിക്കും. നിന്നോടല്ലാതെ ആരോടാ ഞാനിതൊക്കെ കാട്ടുക? ധനപാലേട്ടൻ എന്തിനാ ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കുന്നത്? കാര്യം എന്താന്ന് വെച്ചാ പറ. കസ്തൂരി, ഈ കൊച്ചിന്റെ ശല്യം കൂടി തീർന്ന നമുക്ക് കിട്ടാൻ പോകുന്നത് ലക്ഷങ്ങളാണെന്നറിയാമല്ലോ. അയ്യര് പറഞ്ഞതുപോലെ അത് വെച്ച് നോക്കുമ്പോ ഈ 15 ലക്ഷമൊന്നും ഒന്നുമല്ല. എല്ലാം കൂടി നുള്ളി പറിക്കിയാൽ എൻ്റെ കയ്യിലൊരു 4-5 ലക്ഷം രൂപ കണ്ടെന്നിരിക്കും. ബാക്കി 10 ഉണ്ടാക്കിയാലേ കാര്യം നടക്കൂ. അതിന് നീ ഒന്ന് മനസ്സ് വെച്ചാലേ നടക്കൂ. ഞാനോ? എന്റെ കയ്യിലിടുന്ന രൂപ, അത് 10 ലക്ഷമൊക്കെ. ധനപാലേട്ടൻ എന്താ തലയ്ക്ക് സുഖമില്ലേ? നിന്റെ കയ്യിൽ രൂപയില്ലാന്ന് എനിക്കറിയാം. പക്ഷേ രൂപയ്ക്കുള്ള ഇനം ഉണ്ടല്ലോ. രൂപയ്ക്കുള്ള ഇനോ? അതെന്തോന്നാ? നമുക്കെന്തായാലും താമസിക്കാൻ ഒരു വീട് പോരെ? അതിന് എൻ്റെ വീടുണ്ടല്ലോ. പോരാത്തതിന് രാധികയുടെ തറവാട് വീടും നമ്മുടേതല്ലേ. പിന്നെ എന്തിനാ നമുക്ക് ഈ വീട്? അയ്യടാ, അപ്പൊ ഇതായിരുന്നു മനസ്സിലിപ്പല്ലേ? പതിവില്ലാത്ത സ്നേഹം നടിച്ചപ്പോഴേ എനിക്ക് തോന്നി. ആകെ ഉള്ളത് ഇനി ഈ വീട് മാത്രം. അത് കണ്ണനും കൂടി അവകാശപ്പെട്ടതാ. ഇതേ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ഞാനൊന്ന് പറയട്ടെന്നേ, നമ്മളിത് വിൽക്കാനൊന്നും പോകുന്നില്ല. ഒന്ന് പണയം വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. വേണ്ട, ഇതല്ലാതെ വേറെ വല്ലതും പറയാനുണ്ടോ ധനപാലേട്ടന്? വേറെന്ത് പറയാനാ? എന്നോട് സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രം മതി. സ്നേഹവും വിശ്വാസവും ഒക്കെ വേറെ കാര്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ ധനപാലേട്ടന്റെ വീട് പണയം വെച്ചൂടെ? നമുക്ക് താമസിക്കാൻ ഈ വീട് പോരെ? ഞാനത് ആലോചിക്കഞ്ഞിട്ടല്ല. പക്ഷേ എങ്ങനെയെങ്കിലും അത് ലീക്കായാൽ പോലീസിന് സംശയിക്കാൻ പിന്നെ വേറൊന്നും വേണ്ടല്ലോ. ഇതാവുമ്പോ ആ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ട്. ആ സിഐ ഇവിടെ വന്നതാണല്ലോ. നീ എന്തായാലും ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ഇതേക്കുറിച്ചാണെങ്കിൽ എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. ഉറപ്പാണോ? ആ, മാറ്റമില്ലല്ലോ. ഇല്ല. എങ്കിൽ എനിക്കും ചിലതൊക്കെ തീരുമാനിക്കേണ്ടതായി വരും. പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഓർത്തോ?